2 വർഷം നീണ്ട ബന്ദി ജീവിതത്തിന് ശേഷം ഹമാസ് വിട്ടയച്ചവർ കുടുംബവുമൊത്ത് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ അവർക്ക് ആവശ്യമായ ചികിത്സയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറുവശത്ത് എന്താണ് ഫലസ്തീൻ തടവുകാരുടെ അവസ്ഥ? ദീർഘകാലമായി കാത്തിരുന്ന സ്വാതന്ത്ര്യം കൈപ്പേറിയതായി മാറിയിരിക്കുന്നു അവർക്ക്. ഫലസ്തീനിൽ കാലുകുത്താൻ അനുവദിക്കാതെ ചിലരെ നാടുകടത്തിയിരിക്കുന്നു. തിരിച്ചു വന്നവരുടെ ആരോഗ്യനില അത്യന്തം അപകടകരമായ അവസ്ഥയിലാണ്. ചിലരുടെ സമനില പോലും താളം തെറ്റിയിരിക്കുന്നു. ഇസ്രായേലി തടവരുടെ ഭയപ്പാടുകൾ ഇന്നും അവരെ വിട്ടുപോയിട്ടില്ല. എന്തായിരുന്നു അവർക്കവിടെ അനുഭവിക്കേണ്ടി വന്നത്? ഇനി എന്താണ് അവരുടെ ഭാവി? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഗസയിൽ നിന്ന് ഏകദേശം 1700-ലധികം ഫലസ്തീനികളെയാണ് അനധികൃതമായി പിടിച്ചുകൊണ്ടുപോയത്. കുറ്റം എന്തെന്നറിയില്ല, വിചാരണയില്ല. സമാധാന കരാറിന്റെ ഭാഗമായി വിട്ടയക്കപ്പെട്ടവരിൽ ഭൂരിപക്ഷവും അങ്ങനെയുള്ളവരായിരുന്നു. കൂടാതെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട 250ഓളം പേരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. വിട്ടയക്കപ്പെട്ടെങ്കിലും സ്വന്തം നാട്ടിൽ കാലുകുത്താൻ അവരെ ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല. 154 ഫലസ്തീനികളെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നീട് ട്യൂണീഷ്യ, അൾജീരിയ, തുർക്കി രാജ്യങ്ങളിലേക്ക് നാടുകടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഫലസ്തീനിൽ കാലുകുത്താൻ പോലും പലരെയും അനുവദിച്ചിട്ടില്ല. മോചിപ്പിക്കപ്പെട്ട തടവുകാരുടെ പൗരത്വ അവകാശങ്ങളെ ലംഘിക്കുന്നതാണ് ഈ നാടുകടത്തലെന്ന് നിരീക്ഷകർ പറയുന്നു. കൈമാറ്റ കരാറിലെ ഇരട്ടത്താപ്പും ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒരു ജയിലിൽ നിന്ന് മറ്റൊരു വലിയ ജയിലിലേക്ക് പോകുന്ന പോലെ മനുഷ്യത്വരഹിതമായ കാര്യമാണിതെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നാടുകടത്തപ്പെടുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ കുടുംബങ്ങൾക്ക് മുന്നിൽ ഒരു വഴിയുമില്ല. ഇസ്രായേലിന്റെ അതിർത്തി നിയന്ത്രണം കാരണം വിദേശത്തേക്ക് യാത്ര ചെയ്യാനോ അവരെ കാണാനോ മാർഗമില്ല. മോചിതരാകുന്ന തടവുകാരെ തുടർന്നുള്ള രാഷ്ട്രീയമോ അല്ലാത്തതോ ആയ പ്രവൃത്തികളിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് നാടുകടത്തലിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോചിപ്പിക്കപ്പെട്ട തടവുകാരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന കൂട്ടായ ശിക്ഷയാണിതെന്നാണ് വിദഗ്ധർ പറയുന്നത്. മോചിപ്പിക്കപ്പെട്ട ബന്ദികൾക്ക് ഇസ്രായേലിൽ അവരുടെ ജീവിതം പുനരാരംഭിക്കാൻ കഴിയുമ്പോൾ ഇവിടെ ഫലസ്തീനികളുടെ അനുഭവം തീർത്തും വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ജീവനോടെ മടങ്ങിയെത്തിയവരുടെ അവസ്ഥയാണ് ഇങ്ങനെ. കൊലപ്പെടുത്തിയവരുടെ സ്ഥിതി ചിന്തിക്കുന്നതിനും അപ്പുറം ഭീകരമായിരുന്നു. ഇസ്രായേൽ തിരിച്ചയച്ച ഫലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ നാളുകളോളം അവർ അനുഭവിച്ച കൊടും പീഡനങ്ങളുടെ അടയാളങ്ങൾ വ്യക്തമാണ്. കെട്ടിയിട്ടാണ് അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിച്ചത്. അഴുകിയ ശരീരങ്ങളുടെ കൈകാലുകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു. പൊള്ളലേറ്റ പാടുകളുമുണ്ട്. സ്വാഭാവിക മരണമായിരുന്നില്ല. ഭൂരിഭാഗം ആളുകളെയും കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നാണ് നിഗമനം. ചില മൃതദേഹങ്ങൾ ഇസ്രായേലിന്റെ കവചിത വാഹനങ്ങൾ ഉപയോഗിച്ച് ചതച്ച നിലയിലായിരുന്നു. മൃതദേഹങ്ങളിൽ നിന്ന് അവയവമോഷണം പോലും ഉണ്ടായതായി ഫലസ്തീൻ പ്രിസണേഴ്സ് മീഡിയ ഓഫീസ് ആരോപിക്കുന്നുണ്ട്. കരൾ, വൃക്കകൾ, ഹൃദയം, കോക്ലിയ, കോർണിയ തുടങ്ങിയ ഭാഗങ്ങൾ കാണാതായതായി മെഡിക്കൽ പ്രൊഫഷണലുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററും രംഗത്തെത്തിയിട്ടുണ്ട്. ഏകദേശം 10400-ലധികം ഫലസ്തീനികൾ ഇപ്പോഴും ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്നുണ്ട് എന്നാണ് ഫലസ്തീൻ തടവുകാർക്കായുള്ള അഡമീർ എന്ന സംഘടനയുടെ കണക്കുകൾ. ഇതിൽ 3562 പേർ കുറ്റപത്രമോ വിചാരണയോ കൂടാതെയാണ് തടവിൽ കഴിയുന്നത്. 440 കുട്ടികളും 49 സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ട്. ലോകത്ത് കുട്ടികളെ സൈനിക കോടതികളിൽ വിചാരണ ചെയ്യുന്ന ഏക രാജ്യമാണ് ഇസ്രായേൽ. ഓരോ വർഷവും 12 വയസ്സ് മുതൽ പ്രായമുള്ള 700ഓളം ഫലസ്തീൻ കുട്ടികൾ തടവിലാക്കപ്പെടുന്നുണ്ട്. കല്ലെറിയുക എന്നതാണ് ഏറ്റവും സാധാരണ കുറ്റം. സൈനിക നിയമപ്രകാരം 20 വർഷം വരെയാണ് ഇസ്രായേൽ തടവ് വിധിക്കുന്നത്. 2023 ഒക്ടോബർ മുതൽ 2025 ഏപ്രിൽ വരെ ഫലസ്തീൻ രാഷ്ട്രീയ തടവുകാരുടെ എണ്ണം ഇരട്ടിയായിട്ടായിരുന്നു വർദ്ധിച്ചത്. ഹമാസ് ആക്രമണത്തിന് പിന്നാലെ 30,000 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ തടവിലാക്കിയിട്ടുള്ളത്. അതിൽ 2000 പേർ മാത്രമാണ് ഹമാസുമായുള്ള കൈമാറ്റത്തിൽ ഇപ്പോൾ മോചിതരായിരിക്കുന്നത്. അതായത് ഒരാൾ മോചിതനാകുമ്പോൾ 15 പേരാണ് പുതിയതായി ഇസ്രായേലി തടവിലാക്കപ്പെടുന്നത് എന്നർത്ഥം.